വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറുടെ പരാതിയെ തുടർന്ന് തൃക്കാക്കര പോലീസ് കേസെടുത്തു. നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. ഘട്ടങ്ങളിലായി തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവ ഡോക്ടറുടെ പരാതിയിലുള്ളത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ നീനായിട്ട് എപ്പോഴെങ്കിലും ഒരു അവധം ഉണ്ടായിട്ടുണ്ടോ? 2021 അന്ന് ഇവർ PG വിദ്യാർത്ഥിനിയായിരുന്നു. കോഴിക്കോടായിരുന്നു പഠിച്ചിരുന്നത്. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. വേടന്റെ ഈ പറയുന്ന പാട്ടുകളും അതെല്ലാം കണ്ട് സന്ദേശം വെച്ച് ഇൻസ്റ്റഗ്രാം വഴിയാണ് വേടനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഫോൺ നമ്പർ കൈമാറി. ഞാൻ ഇന്നൊരു ഹോളിഡേ മൂഡിലാ, നമുക്ക് കുറച്ച് കവിതയും സംഗീതവും സാഹിത്യവും ഒക്കെ ആയിട്ട് അങ്ങ് കൂടാം. തന്നെ കാണാനായി കോഴിക്കോട് എത്തിയെന്ന് അവിടെ എനിക്ക് മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട് വെച്ചാണ് അവിടെ വെച്ച് അന്ന് ബലാത്സംഗം ചെയ്തുവെന്നും ഇതിനുശേഷം പിന്നീട് ഇത് പുറത്തു പറയരുത്, താൻ വിവാഹം കഴിക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകുകയും ചെയ്തു. മാനസികമായും ശാരീരികമായും എന്ത് സംഭവിച്ചാലും അതിന് ഏക ഉത്തരവാദി താനാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ രേഖാമൂലം അവൾ എഴുതി ഏൽപ്പിച്ച പെറ്റീഷൻ ചെയ്തു. പിന്നീട് ആ ബന്ധം പിന്നീട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നത് കൂടിയാണ് രംഗത്ത് വരാൻ കാരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കുഴപ്പമായി, ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ആദ്യത്തെ കേസല്ല. ഇതിനു മുൻപും ഇത്തരം ആരോപണങ്ങൾ വേടനെതിരെ ഉയർന്നിട്ടുണ്ട്. കഷ്ടകാലം വരുമ്പോ എല്ലാ നാറുകളും വണ്ടിയും പിടിച്ചിങ്ങ് വരുമല്ലോ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. Check it out, yo. Wah, wah.